ഹായ് ഫ്രണ്ട്സ്, ജൽസ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കറിപ്പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പായസമായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് ഒന്ന് കരിഞ്ഞു പോകാത്ത വിധം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ആയിട്ട് ധാരാളം പരിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറും കറിയൊക്കെ വെക്കാനല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ പരിപ്പ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അതിന് വേണ്ടി ആവശ്യത്തിനുള്ള പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പരിപ്പൊന്ന് നമ്മുടെ കുക്കറിലോട്ടൊന്ന് മാറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരൊറ്റ വിസിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ പായസത്തിനൊരു കയ്പ്പ് രസം വരും. പിന്നെ നമ്മൾ കഴുകിയതിന് ശേഷം വേണം പരിപ്പ് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വറുത്തതിന് ശേഷം കഴുകിയെടുക്കുക വെച്ചെങ്കിൽ നമുക്ക് ആ വറുത്തതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് മാറി പോവും. അപ്പോൾ നമുക്ക് ഈ വറുത്ത ഫ്ലേവർ കൂടെ നമ്മൾ പായസത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ശർക്കര പാനിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര നമുക്ക് ഉരുക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര ഡയറക്റ്റായിട്ട് അങ്ങനെ ചേർക്കുന്നതിനേക്കും നല്ലത് ഈ ഒന്ന് ഉരുക്കിയിട്ട് ചേർക്കുന്നതിന്, കാരണം അതിനകത്ത് അടിയിൽ കല്ലും മണ്ണും പിന്നെ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരയും കൂടെ ഒഴിച്ച് നമുക്ക് നമ്മുടെ പായസം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ജസ്റ്റ് ഇതിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള തേങ്ങയുടെ 1ാം പാലും 2ാം പാലും എടുത്തിട്ടുണ്ട്. അതിൽ 2ാം പാലാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ രണ്ടും കൂടെ ഒന്ന് കുറച്ച് നേരം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്കായ ഒന്ന് ചതച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ 1ാം പാല്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വെള്ളം ചേർക്കാത്ത 1ാം പാല് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അധികം നേരം തിളക്കൊന്നും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ പായസം നമ്മൾ തീ ഓഫ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്, കാരണം പരിപ്പായത് കാരണം തന്നെ തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മുടെ പായസം നല്ല കട്ടിയിൽ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്കിത് പായസം കുടിക്കുന്ന സമയത്ത് നല്ല അടപോലായിട്ട് നമുക്കത് കഴിക്കാൻ പ്രയാസമാവും. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും കുറച്ച് ലൂസിൽ തന്നെ നമ്മളിത് ഓഫാക്കി വെക്കണം. അപ്പോൾ പായസം റെഡി ആയി. നമ്മളിതിലോട്ട് തേങ്ങാക്കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തോ അണ്ടി പരിപ്പോ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് നെയ്യിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മുടെ ടേസ്റ്റിയായ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.